സോ നെക്സ്റ്റ് മൊഡ്യൂൾ 2 ട്രീ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. 3 ടൈപ്പ് ഓഫ് ട്രീകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. AVL ട്രീ, ദെൻ റെഡ് ബ്ലാക്ക് ട്രീ ആൻഡ് ബി ട്രീ. അപ്പോൾ ബിഫോർ coming to different types of trees, first we can see what is a tree. Free tree. A tree is a connected, acyclic, undirected graph. കണക്റ്റഡ് ആയിരിക്കണം, അസൈക്ലിക്, സൈക്കിൾ ഉണ്ടാവരുത്, അൺഡിറക്റ്റഡ് ആണ്, ഡയറക്ഷൻസ് ഇല്ല. അപ്പൊ ഇതിനെയാണ് ഒരു ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫ്രീ ട്രീ ആണ്. ഇനി മോർ ദാൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് അസൈക്ലിക് ബട്ട് പോസിബിളി ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനെ ഫോറസ്റ്റ് എന്ന് പറയും. അതായത് മോർ ദാൻ 1 ട്രീ ഉണ്ടെങ്കിൽ അതിനെ ഫോറസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഇതിൽ ട്രീ അല്ല. എന്തുകൊണ്ടാണ്? ഇതിലൊരു സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ ട്രീ. സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ട്രീ അല്ല. ഓക്കെ, ഈ നെക്സ്റ്റ് കമ്മിങ് ടു റൂട്ടഡ് ട്രീ. റൂട്ടഡ് ട്രീ ഇപ്പൊ ഇതൊക്കെ ഫ്രീ ട്രീ ആണ്. ഇതിന് റൂട്ടൊന്നും പ്രത്യേകിച്ചില്ല, ഫ്രീ ആയിട്ടുള്ള ട്രീ ആണ്. റൂട്ടഡ് ട്രീ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. എ റൂട്ടഡ് ട്രീ ഇസ് എ ട്രീ ഇൻ വിച്ച് വൺ ഓഫ് ദ വെർട്ടിസസ് is distinguished from the others. We call the distinguished vertex the root of the tree. The number of children of a node in a rooted tree is known as the degree of x. Degree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ degree of a node x in a rooted tree എന്ന് പറയുന്നത് number of children of the tree. Degree of a tree. ഈ ടേംസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. Degree of a tree എന്ന് പറഞ്ഞാൽ number of children of a node. Then length of a simple path from the root to a node x is the depth of x in T. പിന്നെ നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡെപ്ത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടിൽ നിന്ന് ഇപ്പൊ ഒരു ഇതാണ് റൂട്ട് എന്ന് വിചാരിക്കുക. പെർട്ടിക്കുലർ നോഡ് ഇവിടെയാണ്. റൂട്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ നോഡിലേക്കുള്ള പാത്തിനെയാണ് സിമ്പിൾ പാത്ത് ഫ്രം ദ റൂട്ട് ടു എ നോഡ് എക്സ്. അതിനെയാണ്, ആ ലെങ്തിനെയാണ് എന്ന് പറയുന്നത്. സിമ്പിൾ പാത്ത് ഫ്രം ദ റൂട്ട് ടു എ നോഡ് എക്സ് ഇസ് ദ ഡെപ്ത് ഓഫ് എക്സ്. ഈ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? എ ലെവൽ ഓഫ് എ ട്രീ. സോ നെക്സ്റ്റ് വരുന്ന ടേമാണ് ലെവൽ. ലെവൽ മീൻസ് കൺസിസ്റ്റ് ഓഫ് ഓൾ നോഡ്സ് അറ്റ് ദ സെയിം ഡെപ്ത്. ഡെപ്ത് എന്താന്ന് പറഞ്ഞു? ഓൾ നോഡ്സ് അറ്റ് ദ സെയിം ഡെപ്ത് ഈസ് നോൺ ആസ് ലെവൽ. Level of a tree consists of all nodes at the same depth. Next is the height. Height of a tree. Height means is the number of edges on the longest simple downward path from the node to the leaf. ഓക്കെ, ഇപ്പോൾ ഒരു നോഡിൽ നിന്ന്, ഇപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ നോഡ് എക്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഇതാണ് ട്രീയുടെ ലീഫ് നോഡ്സ്. ഇവിടെ റൂട്ട് ഉണ്ട്. ദിസ് ഇസ് ദ റൂട്ട് നോഡ് ആൻഡ് ദിസ് ഇസ് എ ഇന്റേണൽ നോഡ്. ഇന്റേണൽ നോഡിൽ നിന്ന് ലീഫ് നോഡിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് ഓഫ് എ ട്രീ മീൻസ് ദ ഹൈറ്റ് ഓഫ് ഇറ്റ്സ് റൂട്ട്. ഹൈറ്റ് ഓഫ് എ ട്രീ മീൻസ് റൂട്ടിന്റെ ഹൈറ്റ്. നെക്സ്റ്റ് ഇസ് ഓർഡേർഡ് ട്രീ. An ordered tree is a rooted tree in which the children each node are ordered. Children in each node are ordered. If a node has k children, then there is a first child, second child, etc. and kth child. So that is meant by ordered tree. Next is binary tree and positional trees. We define binary trees recursively. A binary tree is composed of a root node, left subtree and right subtree. Maximum 2 children ആണ് binary tree ഉണ്ടാവുള്ളൂ. The binary tree that contains no nodes is the empty tree or null tree, sometimes denoted as nil. ഇതൊരു എക്സാമ്പിൾ ആണ്, ബൈനറി ട്രീക്ക് എക്സാമ്പിൾ ആണ്. മാക്സിമം ഇപ്പൊ 3 എന്ന് പറയുന്ന ഒരു നോഡാണ് റൂട്ട്, 2 then 7 ചൈൽഡ് നോഡ്സ്, then again 2ന്റെ ചൈൽഡ് നോഡ്സ് ആണ് 4ഉം 1ഉം, then 7ന്റെ ചൈൽഡ് നോഡാണ് 5, 1ന്റെ ചൈൽഡ് നോഡാണ് 6 is the leaf node. ഓക്കെ, ഇനി ലീഫ് എല്ലാ നോഡിനും 2 ചൈൽഡ് വെച്ച് ആണ് ബൈനറി ട്രീക്ക് മാക്സിമം വരുന്നത്. 2 ചൈൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ 2 ചൈൽഡ് ഇല്ലാത്ത സ്ഥലത്ത് നൾ നോഡ് വെച്ച് റീപ്ലേസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ബൈനറി ട്രീ ആണ്. എല്ലാ ചൈൽഡിനെയും കാണിച്ചിട്ടുണ്ട് ഇതിൽ. ചൈൽഡ് ഇല്ലാത്ത നോഡുകൾക്ക് നൾ നോഡ് വെച്ച് കാണിച്ചിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫുൾ ബൈനറി ട്രീ. In a binary tree, if each missing child is replaced by a node having no children, it is a full binary tree. Positional trees. In a positional tree, the children of a node are labeled with distinct positive integers. The ith child of a node is absent. If the ith child of a node is absent, if no child is labeled with integer I. A k-ary tree
is a positional tree in which for every node all children with labels greater than k are missing. K-array tree means K-array പോലെയാണ് binary tree. Binary means 2. More than 2 children ഉള്ള നോഡ്സ് ഉണ്ടാവില്ല. ഓക്കെ, K-array എന്ന് പറയുമ്പോൾ more than k children വരുന്ന നോഡ്സ് അതിൽ ആബ്സെന്റ് ആയിരിക്കും. Thus, a binary tree is a k-array tree with k equal to 2. A complete k-array tree is a binary tree in which all leaves have the same depth and all internal nodes have degree k. സോ ജസ്റ്റ് ട്രീയുടെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഡെപ്ത്, ഹൈറ്റ്, ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബൈനറി ട്രീ, ഓൾ ദോസ് തിങ്സ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് AVL ട്രീസ് ആണ്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ an AVL tree? An AVL tree is a binary search tree that is height balanced. AVL tree എന്ന് പറയുന്നത് ബൈനറി സെർച്ച് ട്രീ ആണ്, which is height balanced. So what is an AVL tree? An AVL tree is a binary search tree. AVL tree first AVL tree definition പറയുന്നത് it's a binary search tree. Binary search tree എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഒരു ട്രീക്ക് മാക്സിമം ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ മാക്സിമം 2 ചൈൽഡ് നോഡ്സ് ആണ് വരുന്നുള്ളൂ. ദെൻ ബൈനറി സെർച്ച് എന്നും കൂടി പറയണമെങ്കിൽ എന്താണ്? സെർച്ച് ട്രീ ആവണമെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് ഈസ് the value of the left child is less than the parent. ഫോർ എക്സാമ്പിൾ, പാരന്റിന്റെ വാല്യൂ 5 ആണെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ പാരന്റ് ആയിരിക്കും, റൂട്ട് നോഡ് പാരന്റ് ആയിരിക്കും. റൈറ്റ് ചൈൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ പാരന്റ്. ഇതാണ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്. ഇപ്പൊ AVL ട്രീ ഇസ് എ ബൈനറി സെർച്ച് ട്രീ. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? വിച്ച് ഇസ് ഹൈറ്റ് ബാലൻസ്ഡ് ആയിരിക്കും. നോർമൽ ബൈനറി സെർച്ച് ട്രീ തന്നെയാണ്, ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് ബാലൻസ്ഡ് ആയിരിക്കും. Which means for each node x, the height of the left and right subtrees of x differ by at most 1. ഇതിന്റെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എടുക്കാം. ഓക്കെ, ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് ഇപ്പോൾ 3 ആണെങ്കിൽ റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 2 ആണെങ്കിൽ മാക്സിമം ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റ് മോസ്റ്റ് 1 ആണ് വരാൻ പാടുള്ളൂ. അതാണ് AVL ട്രീ ആവാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. AVL tree is again a binary search tree. It is height balanced. Height balanced means the difference between the height of the left subtree of a node and the right subtree of a node is maximum 1. Okay. The AVL tree definition. An empty binary tree B is an AVL tree. Properties are there. If B is non-empty binary tree with BL എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡ് ആണ്, BR റൈറ്റ് ചൈൽഡ് or right subtree, then B is an AVL tree if and only if BL and BR are AVL trees. The difference, height difference ആണ് HL minus HR, അതിന്റെ മോഡുലസ് വാല്യൂ സൈൻ എടുക്കുന്നില്ല, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് മാക്സിമം 1 ആണ് ഡിഫറൻസ് വരാൻ പാടുള്ളൂ. To implement an AVL tree, each node must contain a balance factor. AVL tree implement ചെയ്യാനായിട്ട് ഓരോ നോഡിനും നമ്മളൊരു ബാലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം എഴുതും, which indicates state of balance relative to its subtrees. ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? BF, height of left subtree minus height of right subtree. അപ്പൊ അതിന് വരാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? -1, 0 or 1. മാക്സിമം 1 ആണ് വരാൻ പാടുള്ളൂ ബാലൻസ് ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ട്രീസ് തന്നിട്ടുണ്ട്. അത് ഓരോന്നിന്റെയും ബാലൻസ് ഫാക്ടർ എങ്ങനെ, ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ബാലൻസ് ഫാക്ടർ ലെസ് ദാൻ മാക്സിമം വാല്യൂ, മോഡുലസ് വാല്യൂ ഓഫ് ദ ബാലൻസ് ഫാക്ടർ മാക്സിമം 1 ആണ് വരാൻ പാടുള്ളൂ. ഏതൊക്കെ വാല്യൂസ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? -1, 0, 1. 1ലും കൂടരുത്, 2 ഒന്നും വരാൻ പറ്റില്ല. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ട്രീ നമുക്ക് എക്സാമ്പിൾ തന്നെ. ഇതിന്റെ ബാലൻസ് ഫാക്ടർ, ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു നോഡിന്റെ ബാലൻസ് ഫാക്ടർ 1നേലും കൂടുതലാണെങ്കിൽ ഇത് AVL ട്രീ അല്ല. ഓക്കെ, ബാലൻസ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബാലൻസ് ഫാക്ടർ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇപ്പൊ 3 എന്ന് പറയുന്ന ഈ നോഡ് എടുക്കുക, ലീഫ് നോഡിൽ ലെഫ്റ്റിലേക്ക് സബ് ട്രീ ഇല്ല, അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 0, ലെഫ്റ്റിലേക്കുള്ള ഹൈറ്റ് 0 ആണ്, റൈറ്റിലേക്കുള്ള എന്താണ്? 0. അപ്പൊ 0 മൈനസ് 0 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. ഓക്കെ, ദെൻ ഈ 5 എന്ന് പറയുന്ന നോഡിന് എങ്ങനെയാണ്? ലെഫ്റ്റിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്, അപ്പം
ലീഫ് നോഡിലേക്കുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത്. ലോങ്സ്റ്റ് പാത്ത് ടു ദ ലീഫ് നോഡിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് നോഡിലേക്കുള്ള ലെങ്ത് ഇവിടെ 1 ആണ്, ലെഫ്റ്റിന്റെ 1 ആണ്, റൈറ്റിലേക്കുള്ളതും 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ 15 എന്ന് പറഞ്ഞ നോഡിന്റെ ലെഫ്റ്റിലേക്കുള്ള ഹൈറ്റ് നോക്കാം. 1 പ്ലസ് 1 2. അപ്പൊ 2 മൈനസ് റൈറ്റിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? 1. ലോങ്സ്റ്റ് പാത്ത് എടുക്കുക ലീഫിലേക്കുള്ളത് 1 പ്ലസ് 2. 2 എഡ്ജ് ആണ്. 2 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. എഗെയിൻ ലീഫ് നോഡിന്റെ ഒക്കെ 0 ആയിരിക്കും. 0 മൈനസ് 0. ഈ നോഡിന്റെ 20 എന്ന് പറഞ്ഞ നോഡിന്റെ ലെഫ്റ്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ലെഫ്റ്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 എഡ്ജ്. റൈറ്റിലേക്കുള്ളത് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 വിച്ച് ഇസ് 0. അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും 0 ആണ്. ഇതൊരു AVL ട്രീ ആണ്. AVL ട്രീയിലെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ് വരാൻ പാടുള്ളൂ. അപ്പൊ ഇതിന് 0 ആണ് ഓരോ നോഡിനും വന്നിരിക്കുന്നത്. ഇനി അഗെയിൻ അനദർ ട്രീ നോക്കാം. ഇതിന്റെ ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ്. ദിസ് നോഡ് എന്താണ്? 0 മൈനസ് 0 വിച്ച് ഇസ് 0. അഗെയിൻ നോഡ് 10ന്റെ എന്താണ്? ലെഫ്റ്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് റൈറ്റിലേക്കുള്ള ഹൈറ്റ് എന്താണ്? 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2. 1 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1. മൈനസ് 1 ആണ് ഹൈറ്റ്. അഗെയിൻ 20 എന്ന് പറയുന്ന നോഡിന്റെ എന്താണ്? ലെഫ്റ്റിലേക്ക് ഇല്ല, അപ്പൊ 0 മൈനസ് റൈറ്റിലേക്ക് എന്താണ്? 1. 0 മൈനസ് 1 മൈനസ് 1. ഇത് ലീഫ് നോഡാണ്. 0 മൈനസ് 0 0. അഗെയിൻ ഈ ട്രീയിലും മോർ ദാൻ 1 വാല്യൂ ബാലൻസ് ഫാക്ടറിന് വരുന്നില്ല. സോ ദിസ് ഇസ് ഓൾസോ ആൻ AVL ട്രീ. ഇറ്റ്സ് എ ബൈനറി സെർച്ച് ട്രീ, ദെൻ ഇറ്റ്സ് ആൻ AVL ട്രീ. ഹൈറ്റ് ബാലൻസ്, സോ ഇറ്റ് ഇസ് ആൻ AVL ട്രീ. അഗെയിൻ ഇതിനും അതുപോലെ സെയിം തന്നെ. ഓക്കെ, വെൻ വി ഇപ്പോൾ AVL ട്രീസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. നെക്സ്റ്റ്, വെൻ വി ഇൻസേർട്ട് എ നോഡ് ഇൻ ടു AVL ട്രീ, ഇറ്റ് മൈറ്റ് മേക്ക് ദ ട്രീ അൺബാലൻസ്ഡ്. പുതിയൊരു നോഡിനെ ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബാലൻസ് ഫാക്ടർ ഒക്കെ അൺബാലൻസ്ഡ് ആവും. ടു ബാലൻസ്, അപ്പൊ അതിനെ വീണ്ടും തിരിച്ച് ബാലൻസ് ചെയ്യിപ്പിക്കണം. We have first find the pivot node after calculating the balance factor. അപ്പോൾ അതിനെ അഗെയിൻ വീണ്ടും ബാലൻസ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി അതിന്റെ പിവട്ട് നോഡ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു ഇൻസെർഷൻ ആണ് ഇതിൽ. ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ദ നോഡ്. നോഡിന് ആദ്യം ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ബാലൻസ് ഫാക്ടർ. ബാലൻസ് ഫാക്ടർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പോലെ ലെഫ്റ്റ് ചൈൽഡ് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ചൈൽഡ് ബാലൻസ് ഫാക്ടർ അത് കണ്ടുപിടിക്കാം. അത് കഴിയുമ്പോൾ പിവട്ട് എന്ന് പറഞ്ഞൊരു നോഡ്, ആ നോഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. പിവട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ റീബാലൻസ് ചെയ്യണം AVL ട്രീനെ. അതിനുവേണ്ടി ഒരു പിവട്ട് നോഡ് കണ്ടുപിടിക്കണം. പിവട്ട് നോഡ് എന്ന് പറയുന്നത് എന്താണ്? The node which has its absolute value balance factor switched from 1 to 2. ഏത് നോഡിന്റെയാണ്? ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏത് നോഡിന്റെയാണോ ഈ ബാലൻസ് ഫാക്ടർ 1ൽ നിന്ന് 2 ആയി മാറിയത്, ചിലപ്പോൾ -1 നിന്നാവും അല്ലെങ്കിൽ 1 നിന്നാവും, 1 നിന്ന് 2 ആയി മാറിയത്, അങ്ങനെ ആ നോഡിനെയാണ് പിവട്ട് നോഡ് എന്ന് പറയുന്നത്. The node which has its absolute value of balance factor switched from 1 to 2 is marked as pivot. ഈ മോർ ദാൻ 1 പിവട്ട് നോഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെയാണ് പിവട്ട് ആയിട്ട് എടുക്കുന്നത്. ചൂസ് ദ നോഡ് നിയറസ്റ്റ് ടു ദ ന്യൂലി ഇൻസെർട്ടഡ് നോഡ് ആസ് പിവട്ട്. ഇപ്പൊ 2 പിവട്ട് നോഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ബാലൻസ് ഫാക്ടർ, ഇതിന്റെ ബാലൻസ് ഫാക്ടർ 1 നിന്ന് 2 ആയി, ഇതിന്റെ 1 നിന്ന് 2 ആയി. ഇപ്പൊ 2 പിവട്ട് നോഡ് ഉണ്ട്. അപ്പൊ ഏതിനെയാണ് അതിൽ പിവട്ട് ആയിട്ട് എടുക്കേണ്ടത്? ഒരു ടൈ വരുമ്പോൾ ഏതിനാണ് എടുക്കേണ്ടത്? ന്യൂലി ഇൻസെർട്ടഡ് നോഡിനോട്, ഇതാണ് ന്യൂലി ഇൻസെർട്ടഡ് നോഡ് എന്നുണ്ടെങ്കിൽ അതിനോട് നിയർ ആയിട്ടുള്ള പിവട്ട് നോഡിനെയാണ് പിവട്ട് ആയിട്ട് എടുക്കേണ്ടത്. സോ ദിസ് വൺ. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ നോഡ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ബാലൻസ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യും. ബാലൻസ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കണം, വീണ്ടും AVL ട്രീ തന്നെയാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു പുതിയ ബാലൻസ് ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ടു ഐഡന്റിഫൈ ദ പിവട്ട് നോഡ്. പിവട്ട് നോഡ് മീൻസ് ദ നോഡ് ഹൂസ് ബാലൻസ് ഫാക്ടർ ഹാസ് ചേഞ്ച്ഡ് ഫ്രം, അബ്സല്യൂട്ട് വാല്യൂ ഈസ് ചേഞ്ച്ഡ് ഫ്രം 1 to 2. സൈൻ നോക്കേണ്ട ആവശ്യമില്ല, വാല്യൂ ചേഞ്ച് 1 നിന്ന് 2 ആയത് ഏതാണോ നോക്കാം. അതിനെയാണ് പിവട്ട് നോഡ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻസ് ചെയ്ത് ഇതിനെ വീണ്ടും AVL ട്രീ ആക്കി മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ പിവട്ട് നോഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 പിവട്ട് നോഡ് ഉണ്ടെങ്കിൽ ന്യൂലി ഇൻസെർട്ടഡ് നോഡിന്റെ നിയർ ആയിട്ട് വരുന്ന പിവട്ടിനെയാണ് പിവട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ AVL ട്രീയുടെ റൊട്ടേഷൻസ്